എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫോണിൽ നിന്ന് യൂട്യൂബ് വഴി ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് എനിക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഒരു മെസ്സേജോ അല്ലെങ്കിൽ വേറെ നോട്ടിഫിക്കേഷനോ വന്നാൽ നമുക്ക് അത് നോക്കണമെങ്കിൽ ഒന്നുകിൽ ഈ വീഡിയോ നമ്മൾ പോസ് ചെയ്ത് ബാക്ക് വരിക, അതിനുശേഷം ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കുക. അതേതായാലും വാട്സാപ്പ് ആയാലും ഫേസ്ബുക്ക് ആയാലും ഓപ്പൺ ചെയ്ത് നോക്കിയ ശേഷം വീണ്ടും ഇത് ക്ലോസ് ചെയ്ത് നമ്മുടെ യൂട്യൂബ് എടുത്ത് വീണ്ടും വീഡിയോ കണ്ടിന്യൂ ചെയ്യുകയാണ് നിലവിലത്തെ സെറ്റിങ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യാറ്. എന്നാൽ ഈ വീഡിയോ കണ്ടുകൊണ്ട് തന്നെ വീഡിയോ ക്ലോസ് ചെയ്യാതെ തന്നെ നമുക്ക് മറ്റേ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാൻ പറ്റിയാൽ എങ്ങനെയിരിക്കും? അതിന് സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഞാനിവിടെ പരിചയപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ടെക്നോളജി മേഖലയിലെ ഏറ്റവും പുത്തൻ അറിവുകൾ വീഡിയോ രൂപത്തിൽ അപ്പോൾ ലഭിക്കുന്നതിനായി ഇവിടെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത ശേഷം വീഡിയോ സംബന്ധിച്ച നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി തൊട്ട് വലതുഭാഗത്തായുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് സെൻഡ് മീ ഓൾ നോട്ടിഫിക്കേഷൻസ് ഫോർ ദിസ് ചാനൽ എന്ന ചെക്ക് ബോക്സ് ടിക്ക് ചെയ്ത ശേഷം സേവ് ചെയ്യുക. ഇതിനായിട്ട് നമ്മൾ ഫ്ലോട്ടിംഗ് ട്യൂബ് മൾട്ടി ടാസ്കിംഗ് എന്ന ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇത് പ്ലേ സ്റ്റോറിൽ ലഭ്യമായിട്ടുള്ള ആപ്ലിക്കേഷനാണ്. 2.9 MB സൈസുള്ള ഈ ആപ്ലിക്കേഷൻ ഇതിനകം തന്നെ 5 ലക്ഷത്തോളം പേരാണ് ഡൗൺലോഡ് ചെയ്തിട്ടുള്ളത്. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നതോടുകൂടി യൂട്യൂബിൻ്റെ ഒരു ഇൻ്റർഫേസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും അടി ഭാഗത്തായി 3 ബട്ടൺസ് കാണാം. ഒന്ന് ഓൺ, അത് ഓഫ്, അങ്ങനെ 2 ഓപ്ഷനാണ് അതിലുള്ളത്. നടുക്കത്തെ സെറ്റിങ്സിൻ്റെ മെനുവിൽ ഇതിൻ്റെ സ്ക്രീൻ റെസൊല്യൂഷൻ, വ്യൂ വീഡിയോ ഇൻ ഫ്ലോട്ടിംഗ് മോഡ്, അതാണ് നമ്മൾ ഫസ്റ്റ് കണ്ട ഓൺ ഓഫ്. അത് നമുക്ക് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. ഈ മിനിമൈസ്ഡ് പ്ലെയർ സൈസ് നമുക്ക് ക്ലിക്ക് ചെയ്താൽ അതിൻ്റെ സൈസ് നമുക്ക് ഇതേപോലെ എഡിറ്റ് ചെയ്യാം. നമ്മൾ ഫ്ലോട്ടിംഗ് സ്ക്രീനിൻ്റെ സൈസാണ്, വീഡിയോ കാണുന്ന സ്ക്രീനിൻ്റെ സൈസാണ് ഇവിടെ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. ഇനി അതിൻ്റെ അടിയിലായി ഹൗ ടു യൂസ് ഷെയർ ആപ്പ്, മോർ ആപ്സ്, അങ്ങനെയുള്ള കുറേ മെനു ആണ് കാണാൻ പറ്റുന്നത്. ഓക്കെ, അടുത്തതായിട്ട് ഓട്ടോ. ഇവിടെയും നമുക്ക് അതിൻ്റെ സ്ക്രീൻ റെസൊല്യൂഷനാണ് സെറ്റ് ചെയ്യാൻ എങ്ങനെയാണ്, ഏതാ സെലക്ട് ചെയ്യാനാണ് ചോദിക്കുന്നത്. ഇവിടെ അത് ഞാൻ ഓട്ടോ ആയിട്ടാണ് ഡിഫോൾട്ടായിട്ട് ഓട്ടോ ആണുള്ളത്, അത് ഡിഫോൾട്ടായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മളിവിടെ ഈ ഒരു വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുള്ള മിനിമം സ്ക്രീൻ റെസൊല്യൂഷനിലാണ് വീഡിയോ പ്ലേ ആവുക. വീഡിയോയുടെ വോളിയം ഞാൻ കുറച്ച് വെക്കുകയാണ്. ഇനി ഇതിൽ സ്ക്രീനിൻ്റെ മുകളിലായിട്ട് 4 ഓപ്ഷൻസ് ഉണ്ടാവും. അത് സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും ക്ലോസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൻ്റെ ഈ വലത്തുനിന്ന് രണ്ടാമത്തെ ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് ഈ മെനു ഒഴിവാക്കാം. അതൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും. ഇനി ഈ സമയത്ത് തന്നെ നമുക്ക് ഇത് വീഡിയോ സ്ക്രീനിൻ്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും ഇങ്ങനെ കൈ കൊണ്ട് വലിച്ച് വെക്കാവുന്നതാണ്. ഈ സമയത്ത് തന്നെ നമുക്ക് വേറൊരു ആപ്ലിക്കേഷൻ, മെസ്സേജിങ് ആപ്ലിക്കേഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നോക്കാവുന്നതാണ്. വീഡിയോ പോസ് ചെയ്യാതെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ ആപ്ലിക്കേഷൻ കൊണ്ടുള്ള നമുക്ക് ഉള്ള ഉപകാരം. യൂട്യൂബിലുള്ള വീഡിയോ ക്ലോസ് ചെയ്യാതെ തന്നെ നമുക്ക് മറ്റുള്ള ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കൾക്കുമായിട്ട് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട സമയം ഈ വീഡിയോ കാണുന്നതിനായിട്ട് അനുവദിച്ച എല്ലാവർക്കും നന്ദി.